ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ SFX ട്രാൻസിഷൻ്റെ ഒരു ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്മൂത്ത് ബ്ലർ ട്രാൻസിഷൻ, അതേപോലെ കട്ടൗട്ട് ട്രാൻസിഷൻ, ലൈറ്റ് ലീക്ക് ഓവർലേസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ എലമെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നേരെ ക്യാപ്കട്ടിലാണ് നമ്മൾ ഇത് എഡിറ്റ് ചെയ്യുന്നത്. ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഏത് ഓഡിയോ ആണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഓഡിയോൻ്റെ ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കുക. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതും കൂടി ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഒരു വീഡിയോ ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബീറ്റ് മാർക്കും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് തന്നെ വീഡിയോസും കാര്യങ്ങൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലോട്ടാണ് നമ്മൾ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് സ്മൂത്ത് ബ്ലർ ട്രാൻസിഷൻ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്മൂത്ത് ബ്ലർ ട്രാൻസിഷൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എഫക്റ്റിൽ വന്നിട്ട് ബ്ലറിനകത്ത് ഒരു ബ്ലർ എഫക്റ്റ് എടുത്തിടുക എന്നുള്ളതാണ്. സംഭവം അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നിങ്ങൾ വീഡിയോ എഫക്റ്റിൽ വരിക. വീഡിയോ എഫക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നൈറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടുന്ന് ഷെയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഷെയ്ക്ക് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിനകത്തൊരു എക്സ്ട്രാ ഫീൽ കിട്ടും. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിനകത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കീ ഫ്രെയിംസ് സെലക്ട് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും. അതായത് കീ ഫ്രെയിംസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്നിട്ട് നിങ്ങൾ സെൻറ്റർ പൊസിഷൻ, അതായത് ട്രാൻസിഷൻ്റെ സൈഡിൽ കറക്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഇൻറ്റൻസിറ്റി 9 അതേപോലെ തന്നെ സ്പീഡ് 10 ആക്കി വെക്കുക. എൻഡിലും അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിങ്ങൾ സ്പീഡ് ഇൻറ്റൻസിറ്റിയും 0 ആക്കി വെക്കുക. സെൻറ്റർ പോർഷൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് 10ഉം 9ഉം ആക്കി വെക്കുക. അപ്പോൾ അത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ വാല്യൂസ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബ്ലറിൽ പോയി കഴിഞ്ഞാൽ ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. എഫക്ട്സിൽ പോയി കഴിഞ്ഞാൽ ലെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ബ്ലർ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ബ്ലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഒബ്ലിക്യൂ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ബ്ലർ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബ്ലർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ബ്ലറും ഒബ്ജക്റ്റിൽ പോയിട്ട് നിങ്ങൾ വീഡിയോസ് ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കീ ഫ്രെയിമിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് ബ്ലറിൻ്റെ വാല്യൂ ഒരു 28 ഒരു 13 ആ ഒരു ലെവലിലൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റിലും എൻഡിലും പോയിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ 0 ആക്കി കൊടുക്കുക. അപ്പോൾ 0 ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഷെയ്ക്കും ഒരു ബ്ലറും കൂടെ വന്നിട്ട് പോകുന്ന പോലെ ഒരു ഫീല് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ SFX, അതായത് സൗണ്ട് എഫക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ബൂസ്റ്റ് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ആവും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എല്ലാതും കോപ്പി ചെയ്തിട്ട് എല്ലാ ട്രാൻസിഷൻ്റെയും അടുത്ത് നിങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒരു ബോണസ് എഫക്റ്റും കൂടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് ഒരു കളറിൽ നിന്ന് സാച്ചുറേഷനിലോട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഓഡിയോ ലോ പാസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ, ലോ പാസൊക്കെ എന്താണെന്ന് അറിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതായത് ഓഡിയോൻ്റെ സൗണ്ട് കുറഞ്ഞു വരുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാച്ചുറേഷൻ ഇതേപോലെ ഒരു കീ ഫ്രെയിം ഇട്ടിട്ട് താഴ്ത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു എഫക്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ആവും. ഓക്കെ, ഇനി അടുത്ത കട്ടൗട്ട് ട്രാൻസിഷൻ ആണ്. അത് നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കട്ടൗട്ട് ട്രാൻസിഷൻ എവിടെയാണോ ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഫ്രെയിം നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൂൾ ബോക്സിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫ്രീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആ ഒരു ഫ്രീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ആയിട്ട് മാറും. ജസ്റ്റ് അത് ഓവർലേയിലോട്ട് മാറ്റുക. ഓവർലേയിലോട്ട് മാറ്റി കഴിയുമ്പോൾ ഇതേപോലെ ഒരു എക്സ്ട്രാ ഒരു ലെയർ വരും. ആ ഒരു ലെയർ ജസ്റ്റ് പ്രോപ്പറായിട്ട് ട്രിം ചെയ്ത് വെക്കുക. അതായത് എവിടെ നിന്നാണോ നമ്മൾ ഫ്രെയിം എടുത്തത് അതിൻ്റെ തൊട്ട് മുന്നേ വരെ നിങ്ങൾ ട്രിം ചെയ്ത് വെക്കുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഓട്ടോ റിമൂവ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓട്ടോ റിമൂവ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് കീ ഫ്രെയിം ലാസ്റ്റിൽ വെറുതെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് വെക്കുക. ഫ്രണ്ടിലെ കീ ഫ്രെയിമിൽ വന്നിട്ട് നിങ്ങൾ ഫോട്ടോ എവിടെ നിന്നാണോ വരേണ്ടത്, അതായത് എവിടെ നിന്നാണോ ആഡായിട്ട് വരേണ്ടത് വീഡിയോയിലോട്ട്, അത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു സൈഡിലോട്ടോ അല്ലെങ്കിൽ താഴോട്ടോ എവിടെ നിന്നാണെന്ന് വെച്ചെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഗ്രാഫിൽ പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു കീ ഫ്രെയിമിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഗ്രാഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു എഫക്റ്റ് ഉണ്ട്. അതിനകത്ത് വന്നിട്ട് നിങ്ങൾ ഒബ്ലിക്യൂ ബ്ലർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ലിക്യൂ ബ്ലർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോൻ്റെ ഇതിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലറും കാര്യങ്ങളൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാച്ചുറേഷനുമായി അതേപോലെ തന്നെ എന്തായി ആ ഒരു ട്രാൻസിഷനും കൂടെ ആകുമ്പോൾ വീഡിയോ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇപ്പോഴും തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ള ട്രാൻസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റിക് ലൈറ്റ്, അതായത് ഫിലിം ബേൺ ഓവർലേ ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു ഓവർലേ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് ഓവർലേസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓവർലേസ് ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓവർലേ ആണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഫിലിം ബേൺ ഓവർലേ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഒരുപാട് ട്രാൻസിഷൻസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആഡ് ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ ഒന്ന് ആഡ് ചെയ്തിട്ട് ഫില്ല് ചെയ്ത് വെക്കുക. വീഡിയോസിനനുസരിച്ച് വീഡിയോൻ്റെ റേഷ്യോക്ക് അനുസരിച്ച് ഫില്ല് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ബ്ലെൻഡിങ് മോഡ് പോയി കഴിഞ്ഞാൽ ഓവർലൈൻ്റെ ബ്ലെൻഡിങ് മോഡ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്റ്റൈലിനനുസരിച്ച് ഈ ഒരു 3 എഫക്റ്റ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.